ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കണ്ട പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ കാലങ്കോട്ട് ബീച്ച് ഉണ്ട്. ഗോവയിലെ കാലങ്കോട്ട് ബീച്ചിന്റെ അടുത്ത് സ്റ്റോണിന്റെ മാത്രം ഒരു സ്റ്റോളുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആദ്യം തന്നെ പറഞ്ഞേക്കല്ലേ, ഇഷ്ടപ്പെട്ട സാധനം അല്ല ഇവര് കാണാതെ പോയിക്കളാം. ഞാൻ പ്ലീസ് മക്കളെ, പ്ലീസ് ബാ. എക്സ്ക്യൂസ് മീ, വേണ്ട എന്തൊക്കെയാന്ന് നോക്കിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഐറ്റങ്ങളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. സിൽവർ വെള്ളിയാണ് കേട്ടാ. ഇതൊക്കെ വെള്ളിയില് ഒറിജിനൽ സ്റ്റോണാണ്. നല്ല റേറ്റുമാണ്, ഭയങ്കര റേറ്റാണ്. ഓൾ സിൽവർ എല്ലാം വെള്ളിയാണ് കണ്ടാ. വെള്ളിയുടെ മാത്രം സാധനങ്ങളാണ്. വെള്ളിയുടെ കമ്മല്, മാല, ലോക്കറ്റ്, ഇതൊക്കെ ലോക്കറ്റുകളാണ്. എല്ലാം നല്ല ലോക്കറ്റുകളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്ത് കാണിച്ചു. ഇതിന് 10,000 രൂപയാണ് കണ്ട. വെള്ളിയുടെ അകത്ത് ഒറിജിനൽ സ്റ്റോൺ വെച്ച സാധനത്തിന് ഈ ഇരിക്കുന്ന ഓരോന്നിനും 10,000 രൂപയാണ്. ഈ ഇരിക്കുന്ന സാധാരണപ്പെട്ടവരൊന്നും വാങ്ങിക്കത്തില്ല, എങ്കിലും ഇതൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ചു. പിന്നെ വാങ്ങിക്കുന്നവരും ഉണ്ട്. കൂടുതലും ഫോറിനേഴ്സ് ആണ് ഇത്രയൊക്കെ. നമ്മളൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ അയാന്ന് വെക്കും. പക്ഷെ എന്ത് രസമാണെന്ന് നോക്കിയേ. ആഹാ, കണ്ടിട്ട് സത്യത്തിൽ കൊതി വന്നിട്ട് വയ്യ. അതുപോലെ തന്നെ റിങ്, ലക്ഷക്കണക്കിനോട് സാധനമാണ് ഈ ഇരിക്കുന്ന മൊത്തം. വെള്ളിയുടെ വളയാണ് ഇത്. കണ്ടാ, നല്ല സ്ട്രോങ് ആണ്. സ്ട്രോങ് വള. ഹൗ മച്ച് ദിസ് വൺ? 7,000. 7,000 രൂപയുടെ വള, വെള്ളി വള വേണ. ഇതുകൊണ്ടൊരു ഡീറ്റെയിൽ നല്ല സ്ട്രോങ് ആണ് കേട്ടാ. എന്ത് രസമുണ്ടെന്ന് നോക്കി. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് ഏതാണെന്ന് അറിയാവാ, ഈ മോതിരങ്ങള്. $50 or $15? 15,000. ഒറിജിനലാണ്, ഒറിജിനൽ സ്റ്റോണുമാണ്, ഒറിജിനൽ വെള്ളിയുമാണ്. ഇതൊക്കെ പിന്നെയും നമുക്ക് കുറച്ച് പൈസക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതുമെല്ലാം ഇത് ഒറിജിനൽ. ഇതൊന്നും സിൽവർ അല്ല എനിക്ക് തോന്നുന്നു. ഇത് കുറച്ച് അല്ലാത്ത ഞാൻ തോന്നുന്നു കേട്ടാ സിൽവർ. ഇതെല്ലാം സിൽവറാ കണ്ടാ. സിൽവറിന്റെ എനിക്ക് റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ലോക്കറ്റൊക്കെ കണ്ട. ആഹാ, എന്ത് രസം. ഞാൻ ഇങ്ങനത്തെ ഒന്നും അധികം യൂസ് ചെയ്യാറില്ലല്ലോ. ഗോൾഡ് തന്നെ അങ്ങനെ വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടമാ റിങ്ങും. വെള്ളിയുടെയാണ് ഏറ്റവും നല്ല ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതല്ലേ സിൽവറിന്റെ ഓർണമെന്റ്സ്. ഇതെല്ലാം സിൽവറിന്റെയാ. നോക്കിയേ, ഒറിജിനല് മുത്തുകളെ കണ്ട സ്മിറ. ബ്രേസ്ലെറ്റ് ഇതേ നോക്കിയേ, ഒറിജിനൽ മുത്താണ് ഇത്. പേള് ഒറിജിനൽ പേളാണെന്നൊന്നും നമുക്കറിയത്തില്ല. അല്ലല്ല, കത്തിച്ച് കാണിക്കും. ക്വാളിറ്റി ഉള്ള സാധനമാണ്. കത്തിച്ച് കാണിക്കും. ഇതെന്ത് വേണം? പേനയാ? എന്തോ ഒരു സാധനം. എന്തുവാന്നറിയാം, എന്തൊരു സാധനം. ഇതെന്തോ എന്തിന്റെ പാത്രങ്ങളാണെന്ന് അറിയത്തില്ല. ഓട്ട്. ഇതെന്താ ചെമ്പാ? ചെമ്മിന്റെ പാത്രോ? ചോദിക്കാൻ വയ്യായിരുന്നാ എന്ത് പാത്രം? ചെമ്മിന്റെ പാത്രമല്ല. നല്ല വെയിറ്റ്. ഇതേ ഇടിക്കുന്നതാണ്, ഇടിയൻ. എന്താ നമ്മൾ ഇടിക്കും. ഇതൊക്കെ നല്ല രസമാണ്. വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ ഓരോ
ദൈവങ്ങളുടെയാ ഒരു പിന്നെ എല്ലാതും ഉണ്ട് ഷോക്കേസ്. ചെമ്പ് പിച്ചള അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫാന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര രൂപ പറഞ്ഞ സ്റ്റാഫല്ല. ഏതൊക്കെ സ്റ്റാഫ് നോക്കിയേ ആരാണെന്ന് എനിക്കൊന്ന് വേറെ രാജ്യക്കാരാണ് കണ്ടാ കേട്ടോ. ഫുള്ള് ഇതാണ്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ പോകുമ്പോ എങ്ങോട്ടോ അറിയത്തില്ല അല്ലേ. എല്ലാം അതുപോലെ ദേ ഹാർലി ഒറിജിനൽ ഹാർലി മേടിച്ചിട്ടെങ്കിൽ ഇതെങ്കിലും മേടിച്ചൊന്ന് നിർവൃതി അടയുക. ഹാർലി പ്രാന്തന്മാര് എല്ലാം ദേ ഇത് കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ ഇതിന്റെയൊക്കെ എന്ത് രസം. ദേ Hi, by how much rupees? This one? Oh, 450. 450. 450 രൂപ. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പേശി കഴിഞ്ഞാൽ കുറച്ച് കിട്ടും, നമുക്ക് കിട്ടും. പക്ഷെ നല്ല രസമുണ്ടല്ലോ. ആണോ? അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണോ പറയുന്നത്? എന്തുവാ സ്മര ഇങ്ങനെ അങ്ങനെ പറയണ്ടേ? ദേ അന്ന് സ്റ്റോണൊക്കെ ഒന്ന് കാണിച്ചു നോക്കി, നിങ്ങൾ നോക്കിട്ട് പറ. ഇത് പറ, ഇത് നിങ്ങൾക്ക് 50 രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന്. ആ സ്റ്റോണിന്റെ പിന്നെ മാലയൊക്കെ ഒന്ന് നോക്കി പറയുന്നതിന് ഒരു ഇതുണ്ട്. നമ്മളങ്ങനെ പിന്നെ ചില സാധനങ്ങൾ പിന്നെ അവിടെ ഇരിക്കുന്ന കൊച്ചു കളിപ്പാട്ടൊക്കെ ചിലപ്പോ 50 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. ഇതൊക്കെ ഇഷ്ടമുള്ളവർ മേടിക്കാൻ വരും. എത്ര രൂപ കൊടുത്ത് വേണമെങ്കിലും അവർക്ക് അറിയാം ഒരു സ്റ്റോണിന്റെ ഇതൊക്കെ എത്ര ഇതാണെന്നൊക്കെ. കണ്ട ഹൗ മച്ച്? 600 600 രൂപ കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സ്റ്റോണാണ്, നല്ല രസമുണ്ട്, നല്ല കളറും നല്ല ഭംഗിയുണ്ട്. 600 പറഞ്ഞ ചിലപ്പോ അതിനെക്കാട്ടി കുറച്ച് പൈസക്ക് അത് കിട്ടും, ചിലപ്പോ 500 രൂപയ്ക്ക് കിട്ടുമായിരിക്കും അല്ലേ. ഇതെല്ലാം കണ്ട ഇന്ത്യൻസ് ഒന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്, തുർക്കിയാണ്, മറ്റേ നേപ്പാളികളാണ്. നേപ്പാളിയെ പോലെ ഇരിക്കുന്നത് എനിക്ക് ഇവരെ കണ്ടിട്ട്. എല്ലാം ഇങ്ങനത്തെ നമ്മൾ എല്ലാ വർഷവും കാണുന്നതല്ലേ എപ്പോഴും ഇവരെ സ്ഥിരമുള്ള ആൾക്കാരാണ് കേട്ടോ. വളകളൊക്കെ ഇരിക്കുന്ന കണ്ട സെറ്റായിട്ടുള്ള മാലയൊക്കെ കണ്ട. മാലയൊക്കെ മാലയും വളയൊക്കെ അത് എന്റെ പോനെ കഴുത്തൊടിഞ്ഞു പോവല്ലോ ഈ വെള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാ. ഏതുണ്ടോ ചങ്ങലയാ. ചിലപ്പോ എനിക്ക് ഈ റിങ്ങുകളൊക്കെ ഇഷ്ടപ്പെട്ട്, ബ്രേസ്ലെറ്റ് ഒരിടയ്ക്ക് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇതൊക്കെ വാങ്ങിക്കുമായിരുന്നു. പിന്നെ ഒരിടയ്ക്ക് ഇതൊന്നും വാങ്ങിക്കാതെ ആയി. ഇപ്പൊ എനിക്കിഷ്ടം ഇതിനോടേ ഉള്ളു. ഇതേ നല്ല സിൽവറിന്റെ മാലയൊക്കെ കിടപ്പുണ്ട്, നല്ല സ്റ്റോണിന്റെ. നല്ല രസമല്ലേ, നല്ല ലുക്കാണ്. ആഹാ നോക്കിയേ, ഇതൊക്കെ കൊള്ളാം. ഇതൊക്കെ നമ്മുടെ അവിടെയൊക്കെ കിട്ടും. ഇത് ഇവര് എത്ര രൂപ പറയുന്നത് നടത്തില്ല. ആ മാഡം ഹൗ മച്ച്? 250. ഇതെന്തായാലും ഭാഗ്യം. 250 രൂപയുടെ ഒരു സാധനം ഇവിടെ കേറിയിട്ട് കണ്ടു കേട്ടാ. നല്ല രസമുണ്ട്. എന്തേ ലുക്ക്. ലാസ്റ്റ് എത്ര രൂപയ്ക്ക് തരുമെന്ന് അറിയത്തില്ല. നമ്മുടെ അവിടെ ഉണ്ടായി. ഒന്ന് 150 പറഞ്ഞു നോക്കിയാലേ സാറേ ഇത്. ഈ ഓട്ടോറിക്ഷയൊക്കെ കണ്ട. ഇതെന്തായാലും നല്ല രസമുണ്ട്. മറ്റേ ഇതിന്റെ കുതിര പണ്ടത്തെ രഥ. എന്ത് രസമല്ലേ ഷോക്കേസിലൊക്കെ. ആമ എന്ന് പറയുമ്പോ എനിക്ക് പേടിയ.
ബാ നീ ഇതേ ഇവിടെ കണ്ട, ഇതൊക്കെ നമ്മള് പിന്നെ നമ്മുടെ അവിടെയൊക്കെ കാണും. ഇത് സാധാ മാലകൾ. ഇതൊക്കെ വാങ്ങിയത് ഡ്രസ്സുകളും ഉണ്ട് കേട്ടാ. ഡ്രസ്സല്ലേ, ഇതൊക്കെ ഷോളുകളാണ്. എന്ത് രസമല്ലേ. ആഹാ, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അതാണ് നിസ്കരിക്കുന്ന മുസല്ല പോലെ ഇരിക്കുന്നു. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടാ. അപ്പൊ എങ്ങനെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേര്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, see you.